സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കാര്യം നേടാൻ ശ്രമിക്കുന്നു, പക്ഷെ അവസാന നിമിഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമ്മെ തേടിവരുന്നു. ബിസിനസ്സിലെ ഒരു വലിയ നഷ്ടം, പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ദുആ. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം: എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണോ, അതോ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ? ഈ ചോദ്യം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ചാണ്. ആ സത്യം മനസ്സിലാക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അലിഞ്ഞില്ലാതാകും. ആ സത്യം ഇതാണ്: നമ്മുടെ ജീവിതം പൂർണ്ണമായും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അവൻ നമ്മെ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നാം അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ആ ഏറ്റെടുക്കലിനെ നാം മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ ഒരു യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു: ഭൂമിയിലോ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളിലോ ഒരു വിപത്തും സംഭവിക്കുന്നില്ല, അതിന് നാം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ടല്ലാതെ. തീർച്ചയായും അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാകുന്നു. സൂറത്തുൽ ഹദീദ് ആയത്ത് 22. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും അവന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ കൊഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അവൻ അറിയാതെ പോകുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ജനനം, നമ്മുടെ മരണം, നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളം, ഓരോ വറ്റു ഭക്ഷണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ഖദർ അഥവാ വിധി എന്ന് പറയുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. വിധി എന്ന് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, എല്ലാം നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്രയത്നിക്കുന്നത്, എന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന്. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അല്ലാഹുവിന്റെ ഏറ്റെടുക്കൽ എന്നത് നമ്മളെ നിഷ്ക്രിയരാക്കാനല്ല, മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു കപ്പൽ യാത്രക്കാരനെ സങ്കൽപ്പിക്കുക. കപ്പലിന്റെ ക്യാപ്റ്റൻ വളരെ കഴിവുള്ള, പരിചയസമ്പന്നനായ ഒരാളാണ്. കടലിനെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിയാം. യാത്രക്കാരനെന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് നിലവിളിക്കുന്നതിനു പകരം ക്യാപ്റ്റനിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹം പറയുന്ന സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്കറിയാം, ആത്യന്തികമായി ആ കപ്പലിന്റെ നിയന്ത്രണം ആ ക്യാപ്റ്റന്റെ കയ്യിലാണെന്ന്. നിങ്ങളുടെ സുരക്ഷ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഈ ജീവിതമാകുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവാണ്. അവന്റെ അറിവും കഴിവും അപാരമാണ്. അവന്റെ കാരുണ്യം അതിരുകളില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കൊടുങ്കാറ്റും, അതായത് പ്രയാസങ്ങളും, ഓരോ നേരിയ കാറ്റും, സന്തോഷങ്ങളും അവന്റെ അറിവോടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ആ ക്യാപ്റ്റനിൽ, നമ്മുടെ റബ്ബിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക എന്നതാണ്. ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ ദുആ ചെയ്യുക, പക്ഷേ ആത്യന്തികമായ ഫലം തീരുമാനിക്കുന്നത് അവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസമാണ് അല്ലാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിന്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ തെളിവ്. ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ ഒരു നഷ്ടവും നിങ്ങളെ തകർക്കുകയില്ല, ഒരു നേട്ടവും നിങ്ങളെ അഹങ്കാരിയാക്കുകയുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ സാധാരണയായി എന്താണ് പറയുക? എന്റെ റബ്ബേ, എനിക്ക് മാത്രം എന്താണിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകും. എന്നാൽ യഥാർത്ഥ വിശ്വാസിക്ക് പ്രയാസങ്ങൾ ഒരു പരീക്ഷണമായിട്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെയും ഏറ്റെടുക്കലിന്റെയും അടയാളമായിട്ടാണ് അനുഭവപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ അവരെ അവൻ പരീക്ഷിക്കുന്നതാണ്. തിർമിദി. ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത്? നമ്മളെ കഷ്ടപ്പെടുത്താനാണോ? അല്ല. പൊന്നൊരുക്കി ശുദ്ധീകരിക്കുന്നത് പോലെ
പ്രയാസങ്ങൾ എന്ന തീയിലൂടെ കടത്തിവിട്ട് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് നമ്മളെ കൂടുതൽ പരിശുദ്ധരാക്കാനാണ്. ഒരു കർഷകൻ നിലം ഉഴുതുമറിക്കുന്നത് ആ മണ്ണിനെ നശിപ്പിക്കാനല്ല, മറിച്ച് വിത്തിടാൻ പാകത്തിലാക്കാനാണ്. അതുപോലെ അല്ലാഹു നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ മികച്ച ഒന്നിനായി നമ്മളെ ഒരുക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ. സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ വലിയ എന്ത് പരീക്ഷണമാണ് ഒരു പിതാവിന് വരാനുള്ളത്? പക്ഷെ ആ നിമിഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ സംശയിച്ചോ? എന്തിനാണ് എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചോ?